ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ചോദ്യമാണ്. സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാലും ഈ തുറന്ന സംസാരം ശരിയല്ലെന്ന് ഹൃദയം പലവട്ടം ഓർമ്മപ്പെടുത്തിയതുമാണ്. പക്ഷേ നാവ് ഹൃദയത്തിന് വഴങ്ങാതെ പ്രവർത്തിച്ചിരിക്കുന്നു. തൻ്റെയല്ലേ, തനിക്കറിയേണ്ടേ എന്നൊരു ത്വരയാണ്. അടുത്ത നിമിഷം ശക്തി മുഖം തിരിച്ചു നിന്നുപോയി. കുറ്റബോധം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ ഉടൽ വിറച്ചുപോയി. പിന്തിരിഞ്ഞു മേശയിൽ കൈകുത്തി നിൽക്കുന്നവളുടെ തൊട്ടരികിൽ വീരൻ എത്തി നിന്നു. അരയ്ക്ക് മുകളിലേക്കുണ്ടായിരുന്ന നഗ്നതയ്ക്കൊരു മറയുന്നത് പോലെ മാറിലെ നേർത്ത കവചത്തിന്റെ ബന്ധനത്തിൽ അയവ് വന്നതറിഞ്ഞവളുടെ ഉടൽ വിറച്ചു. അടുത്ത നിമിഷം വീരന്റെ താടി ശക്തിയുടെ വലഞ്ചുമലിൽ അമർന്നു. മുന്നിലേക്ക് വന്ന അവന്റെ കൈകൾ മാറിന്റെ ബന്ധനം പൂർണ്ണമായും നഗ്നമാക്കി. നിനക്കെന്നോട് എന്തും ചോദിച്ചുകൂടെ ശക്തി? എന്റെ സ്വകാര്യതകൾ ഇപ്പോ നിനക്കും അവകാശപ്പെട്ടതല്ലേ? പതിയെ മാറിനെ തടുക്കി സ്വകാര്യം എന്നതുപോലെ വീരൻ ചോദിച്ചു. വളരെ മൃദുവായ ആ തഴുകലിൽ ശക്തി ഉമിനീരിറക്കി വിറച്ചു നിന്നുപോയി, ഹൃദയം പൊട്ടിത്തെറിക്കുന്നത് പോലെ. അതവന്റെ ചോദ്യം കൊണ്ടായിരുന്നോ, അതോ സ്പർശനം കൊണ്ടോ? ശക്തിക്ക് അവളുടെ മാറ്റത്തിന് പിന്നിലുള്ള കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വീരന്റെ വിരലുകൾ മാറിൽ തീർത്ത കുസൃതിയിൽ അവർക്ക് ഈർഷ്യ പിടിച്ചു. അതറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ പ്രക്രിയ തുടർന്നു. ശക്തി അവന്റെ കൈകളെ തട്ടിയെറിഞ്ഞു. വൃത്തികേട് കാണിക്കരുത്. ചുവന്ന മുഖത്തോടെ ഇഷ്ടക്കേടോടെ കിതച്ചുകൊണ്ട് പറയുന്നവളെ അണച്ചു പിടിച്ചുകൊണ്ട് വീരൻ ചിരിച്ചു. പിന്നെ കണ്ണുകൾ കൊണ്ട് അവളുടെ മാറിലേക്ക് നോക്കാൻ അവളോട് തന്നെ പറഞ്ഞു. മുടി മുന്നിലേക്കിട്ടവൾ അവന്റെ കാഴ്ചയെ മറച്ചു. നിന്റെ ഇഷ്ടക്കേടുകൾ മനസ്സിലാക്കി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. പ്രണയിനിയെ ചൊടിപ്പിച്ച് രസിക്കുന്നതും പ്രണയത്തിന്റെ ഭാവമാണ്. ഇത് പ്രണയമല്ല. നിങ്ങൾക്കെന്ത് തകരാറുണ്ട്? ഉണ്ട്. എന്നെ ഒരുവൾ ഭ്രാന്തമായി സ്നേഹിക്കുന്നതിന്റെ തകരാറാണ്. പാളിപ്പോകാൻ സാധ്യതയുള്ള രുചിക്കൂട്ടാണ് ശക്തി പ്രണയം. എനിക്ക് തെറ്റുപറ്റിയ അളവുകൾ കൃത്യമായി ചേർത്ത് നീ കാത്തുവച്ചതല്ലേ ശക്തി? അപ്പോൾ അതനുഭവിക്കുന്ന എനിക്ക് ലഹരി കൂടും. നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ ആരുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയെന്ന് നിനക്കറിയണ്ടേ ശക്തി? പിന്നെയും അവളുടെ മാറിനെ മുഴുവൻ തലോടി വിരലുകൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തി നിന്നു. എത്ര എതിർത്താലും എനിക്കിത് ഇഷ്ടമാണെന്നതുപോലെ അവന്റെ കലാവിരുത് തുടർന്നുകൊണ്ടിരുന്നു. ശക്തിയുടെ ശ്രദ്ധ അവന്റെ വാക്കുകളിൽ നിന്നും കൈവിരലുകളിലേക്ക് മാറി. വേദനിപ്പിക്കുന്നില്ല, മൃദുവായി തലോടുന്നതേയുള്ളൂ. ആ തലോടൽ മാറിനെ ഒന്നാകെ ഞെരിച്ചു കളയുന്ന വിധത്തിലാണെങ്കിലും പരിഭവവും ഇഷ്ടക്കേടും ഉണ്ടാവില്ല. പക്ഷേ ആ ഞെട്ടിൽ മാത്രം കാണിക്കുന്ന വികൃതി, അത് ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റം ലജ്ജയുടെയല്ല, അസ്വസ്ഥതകളുടേതാണ്. ആസ്വദിക്കാൻ കഴിയാത്ത അസ്വസ്ഥത, തൻ്റേത് മാത്രമായ ഏതോ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്നത് പോലെ. എനിക്കിത് ഇഷ്ടമല്ലെന്ന് 100 ആവർത്തി പറഞ്ഞിട്ടും കാര്യമാക്കാതെ വീണ്ടും തുടരുന്നതിലെ അനിഷ്ടം. എന്നാൽ ഇതെല്ലാം വീരഭദ്രസേനന്റെ പ്രണയമാണെന്നും താൻ അതിന്റെ അവകാശിയുമാണെന്നും ഓർക്കുമ്പോൾ കടുത്ത വാക്കുകളോടെ മുഖം തിരിച്ചവനെ എതിർക്കാനും വയ്യ. ശക്തി നിസ്സഹായായിരുന്നു. ഇഷ്ടമില്ലാത്ത പ്രവർത്തികളായിട്ടും വീരന് മുന്നിൽ എതിർക്കാൻ കഴിയാതെ വിവശയായി നിന്നു. അവളുടെ ഏക ബലഹീനത അവന്റെ പ്രണയം നിറഞ്ഞ പെരുമാറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ശക്തി, അറിയണ്ടേ നിനക്ക്? വീരൻ പിന്നെയും ചോദിച്ചു. അവൾ വേണ്ടെന്നതുപോലെ തലയാട്ടി. അറിയണം. ഇനിയിപ്പോൾ അതറിയാതെ പോകേണ്ട. കണക്കെടുപ്പുകൾ നടത്തുന്നത് ആണത്തമല്ല, ചെറ്റത്തരമാണെന്നറിയാം. എങ്കിലും മനസ്സിലൊരു സംശയം കയറി കൂടിയാൽ ക്ലിയർ ചെയ്യണം. കാരണം ആ ഹോസ്പിറ്റൽ നമ്മുടേതാണ്. അവിടെയുള്ളവരെ നമ്മൾ ഇനിയും കാണും. അവരോട് അടുത്തിടപഴകേണ്ടിയും വരും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കണ്ണു നിറയ്ക്കുന്നവളല്ല എൻ്റെ പെണ്ണെന്നറിയാം. പക്ഷേ നിന്റെ ഹൃദയത്തിൽ ഒരു കരടായി പലതും കയറി കൂടും. അത് നമ്മുടെ ബന്ധത്തെ ബാധിച്ചെന്നും വരാം. അത് വേണ്ട. കാരണം നിനക്ക് ശേഷം എന്നൊരു വാക്ക് വീരഭദ്രസേനന്റെ ഡിക്ഷണറിയിലില്ല. പിന്നെങ്ങനെ ജീവിതത്തിൽ വരും? അതിനു മുമ്പ് മറ്റൊന്ന് ചോദിക്കട്ടെ. എല്ലാം അറിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന നിനക്കെന്തു പറ്റി? നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട്. അവരൊക്കെ നമുക്ക് ചുറ്റുമുള്ളവരുമായിരുന്നു. അവരെന്നെ നോക്കുമ്പോൾ ഞാനും അവരിൽ ഒരാളായിരുന്നു. ഇന്ന് ഞാൻ അവരിൽ ഒരാളല്ല. നിങ്ങളിൽ എനിക്ക് മാത്രം അവകാശം നേടിയെടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രം ഹൃദയത്തെ മതിച്ച ചോദ്യങ്ങൾ ചോദിച്ചു പോയതാണ്. ശക്തി അവന്റെ കൈകൾ പിടിച്ചു മാറിൽ തന്നെ അമർത്തി മുഖം തിരിച്ചവനെ നോക്കി. ആ കണ്ണുകളിൽ
അവനോടുള്ള പ്രണയത്തിന്റെ തിരയിളക്കത്തിന് മാറ്റമൊന്നും വന്നിരുന്നില്ല. അവളുടെ നോട്ടത്തിലും ചലനത്തിലും തന്നോടുള്ള പ്രണയം മാത്രമേ അവനും കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നെ സ്നേഹിക്കണമെന്ന് യാചിക്കാൻ നിൽക്കാത്തവളാണ്, എന്നാൽ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നുവെന്ന് ഓരോ നിമിഷവും പ്രകടമാക്കുന്നവളുമാണ്. അവളോട് അവൻ പകർത്തിവെച്ച പ്രണയത്തിന്റെ തീവ്രമായ ഭാഷ ഈ തലോടലുകളാണ്, കൊഞ്ചലുകളാണ്, ചുംബനങ്ങളാണ്. അതിനുമൊടുവിൽ വള്ളിപ്പടർപ്പ് പോലെ അവളെ പൊതിഞ്ഞു നിൽക്കുന്ന രതിയുടെ ഉത്തുംഗ ശൃംഗങ്ങളാണ്. അവൻ മൃദുവായി ആ കവിളിൽ ചുണ്ടു ചേർത്ത് പിന്മാറി. എന്റെ വാക്കുകളിൽ നിനക്ക് നേരെ ദുഃഖമെങ്കിലും ഉണ്ടാവാതെ പോവില്ലെന്നറിയാം, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു പോയതാണ്. എനിക്കറിയാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒരാകാംക്ഷയോ ആശങ്കയോ ഉണ്ടാവില്ലേ? ഞാനറിയാത്ത എന്നാൽ പറഞ്ഞു കേട്ടതായ കാര്യങ്ങൾ, അവരുമായി ഇപ്പോഴും തുടരുന്ന സൗഹൃദഭാവം. ശക്തി പാതിയിൽ നിർത്തി അവനെ നോക്കി. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ശത്രുക്കളെ പോലെ കഴിയാൻ പറ്റില്ലല്ലോ. എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകണം. സോഫി ഡോക്ടർ ഇങ്ങോട്ട് വന്ന് മുട്ടിയതാണ്. ഒരാളുമായി ചെറിയൊരു പരിചയത്തിലാകുമ്പോൾ തന്നെ ഫിസിക്കൽ റിലേഷനിലേക്ക് പോകുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. സോഫി ഡോക്ടർ ജോയിൻ ചെയ്ത സമയം കൂടിയായിരുന്നു. താമസ സൗകര്യങ്ങൾ ഹോസ്റ്റലിൽ പോരെന്ന അഭിപ്രായവുമായി അവരെന്നെ കാണാൻ വന്നിരുന്നു. സംസാരിച്ചു വരവേ ഒരു ലീവിംഗ് റിലേഷന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ വെറും 3 ദിവസം കൊണ്ട് എനിക്ക് അവരെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതെന്താ? ശക്തി അതിശയത്തോടെ ചോദിച്ചു. നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കയറുന്നവരെ ഉൾക്കൊള്ളാൻ കഴിയുമോ? ആദ്യത്തെ കുറച്ചു സമയം കൊണ്ട് തന്നെ ഇറിറ്റേറ്റിംഗ് ആയി. അപ്പോൾ ശക്തി അവനെ കളിയാക്കി മൂക്കിൽ തോണ്ടി. ചിരിക്കേണ്ട, സത്യമാണ്. ഞങ്ങൾക്കിടയിൽ ഒരു കിസ്സിങ് പോലും നടന്നിട്ടില്ല. അവരായി മുൻകൈയെടുത്ത് വന്നപ്പോൾ ഞാനായി പിന്തിരിഞ്ഞതുമാണ്. എൻ്റെ രീതികൾ നിനക്കും അറിയാമല്ലോ. മനസ്സാഗ്രഹിക്കുമ്പോൾ മാത്രമേ ഞാൻ നിന്നോട് ചേർന്നിട്ടുള്ളൂ, അല്ലാതെ ഏതു നേരവും ഇതെന്ന ചിന്തയൊന്നുമില്ല. അങ്ങനെയുള്ള വികാരങ്ങൾ എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തന്നെ ഇപ്പോഴാണെന്ന് നിനക്കറിയാമല്ലോ. ശക്തി മൂളിക്കൊടുത്തു. 6 മാസം കൂടെ കഴിഞ്ഞിട്ടും തൻ്റെ ശരീരത്തിൽ കാണിക്കാത്ത പരാക്രമങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നവനെ അവളും അതിശയത്തോടെയാണല്ലോ ഉൾക്കൊള്ളുന്നത്. സോഫിയുടെ കാര്യം കേട്ടപ്പോൾ തന്നെ ശക്തിയുടെ സന്തോഷം ഇരട്ടിച്ചു. നീ അറിഞ്ഞ ഡോക്ടർ വീരഭദ്രസേനും ഇപ്പോൾ നിനക്കൊപ്പമുള്ള നിന്റെ ഭദ്രേട്ടനും 2 വ്യക്തികളാണ് ശക്തി. അതിപ്പോൾ ശാരീരികമായാലും മാനസികമായാലും. നീ ഇപ്പോഴറിയുന്നത് പ്രണയത്തോടു കൂടിയുള്ള കാമമാണ്. അന്നറിഞ്ഞത് ശരീരത്തിന്റെ തൃഷ്ണയെ ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രം. എനിക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധം ആ നിലയിൽ തന്നെയായിരുന്നു. പിന്നെ മൃദുല, അവളുമായി യാതൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്ലി ടോക്ക് നടക്കാറുണ്ട്, പണം കടം ചോദിക്കാറുണ്ട്, കൊടുക്കാറുമുണ്ട്. അതിനെ ഒരു ബെഡ് ഷെയറിങ്ങിലേക്ക് എത്തിച്ചിട്ടില്ല. അവൾക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അവളെ നോട്ടമിട്ടതാണ്. മുഷ്ടി ചുരുട്ടി ശക്തി അവന്റെ നെഞ്ചിൽ തന്നെ ഒന്ന് കൊടുത്തു. വീരൻ നെഞ്ചിലൊഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. പറയട്ടെ, ആ പെണ്ണ് ആദ്യം മുട്ടിയുരുമി നിന്നപ്പോൾ തൽപര കക്ഷിയാണെന്ന് തോന്നി. ചെറിയ ടച്ചിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഡിമാൻഡ് കേട്ടപ്പോൾ പിന്മാറി. അല്ലെങ്കിലും ഇക്കാര്യത്തിൽ ചാടിക്കേറി യെസ് പറയാനും അതേ ആർജവത്തോടെ ജീവിച്ച് കാണിക്കാനും എൻ്റെ ശക്തിക്ക് മാത്രമല്ലേ കഴിയൂ. സുഖിപ്പിക്കല്ലേ? സുഖിപ്പിക്കുമല്ലോ. ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകാതെ കാര്യം പറ. എന്നിട്ട് പിന്നെയും അവളെ എങ്ങനെയാണ് ഇത്രയും അടുപ്പത്തിൽ നിൽക്കുന്നത്? ചില ആളുകൾ അവരുടെ നേട്ടങ്ങൾ കണ്ട വ്യക്തികളുമായി ബന്ധം പുലർത്തും. മൃദുലയും അങ്ങനെ ഒരാളാണ്. അവൾക്ക് കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ കഴിയാതെ പോയതിൽ നിരാശയുമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവൾക്ക് അടുക്കാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല. ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. പെടലിക്കിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ അവളിൽ കണ്ടിരുന്നു. വെറുതെ എന്തിനാ വയ്യാവേലി എടുത്തു വെക്കുന്നത്? അപ്പോഴേക്കും ഞാനൊരു കുരിശിനെ ചുമന്നല്ലോ. ഞാനിപ്പോ കുരിശാണ് അല്ലേ? ഉവ്. വീരൻ സമ്മതിച്ചുകൊണ്ട് തലകുലുക്കി. ചില സമയത്ത് അവന് സത്യസന്ധത വളരെ കൂടുതലാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ യാതൊരു സങ്കോചവും കൂടാതെ സത്യങ്ങൾ വിളിച്ചു പറയും. നിങ്ങളിപ്പോൾ ചെകുത്താനും. ശക്തി പിണക്കത്തോടെ അതിലേറെ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ രക്തം കുടിക്കുന്ന ചെകുത്താൻ. ശക്തിയുടെ കഴുത്തിൽ അവൻ പതിയെ കടിച്ചു വിട്ടു. പിന്നെയുള്ളത് ശിവദ. ഓർഡറിൽ പറഞ്ഞാൽ സോഫിക്കും മൃദുലയ്ക്കും മുമ്പായിരുന്നു ശിവദ എന്നോടടുത്തത്. ഒപ്പം ചേർന്നതിൽ എനിക്ക് ബഹുമാനം തോന്നിയ പെൺകുട്ടിയാണ്. അവൾക്ക് പക്ഷേ എന്നോടുള്ള താല്പര്യം ആരെയോ ബോധ്യപ്പെടുത്താനുള്ളതുപോലെയായിരുന്നു എന്ന് തോന്നുന്നു. അതൊന്ന് ഉറപ്പാക്കാൻ വേണ്ടി മാത്രം അവളോട് ഞാനാണ് പലതും ആവശ്യപ്പെട്ടത്. ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് ചാടിക്കയറി
എന്റെ ശാരീരിക ആവശ്യം പറഞ്ഞ വ്യക്തിയും അവളായിരിക്കും. ശക്തിയുടെ മുഖം മ്ലാനമായി. വീരൻ അവളുടെ മൂക്കിൽ വലിച്ചു വിട്ടു. എന്റെ ആവശ്യത്തോടെ ഞാനൊരു കാമഭ്രാന്തനാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. ഇന്നും അവളതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് എന്നോട് ഇടപെടുന്നത്. ഞാനത് തിരുത്താനും നിന്നിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അതെന്താ, ബഹുമാനം തോന്നിയ പെൺകുട്ടി തിരികെയും ബഹുമാനം കാണിക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, എന്നെ ആരെങ്ങനെ മനസ്സിലാക്കിയാലും എനിക്കൊന്നുമില്ല ശക്തി. അവരെല്ലാം എനിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ജോലിക്കനുസരിച്ചുള്ള സാലറി കൃത്യമായി നൽകാറുണ്ട്. അതിനപ്പുറം എന്നെക്കുറിച്ചൊരു ക്ലീൻ ഇമേജ് അവരിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നിയിട്ടില്ല. ചുരുക്കത്തിൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരേ ഒരാളുമായി മാത്രമേ എനിക്ക് നീ ഉദ്ദേശിച്ച ബന്ധമുള്ളൂ. എല്ലാം വെറും ജലകുമിളകൾ മാത്രമായിരുന്നു അല്ലേ? ശക്തി കളിയാക്കി. എല്ലാമൊന്നുമല്ല. നിലവിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുമായി ഇതാണ് റിലേഷൻ എന്നാണ് പറഞ്ഞത്. പിന്നെയും ചൊറിഞ്ഞു കിട്ടിയ മറുപടിയിൽ അതുവരെ നിലനിന്നിരുന്ന സന്തോഷം അണഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. അവനത് മനസ്സിലായെങ്കിലും ഗൗനിക്കാൻ നിന്നില്ല. തൻ്റേതെന്നുള്ള സ്വാർത്ഥതയുള്ളിടത്ത് ഇതേപോലെയുള്ള ചിക്കിച്ചികയിലുകളും ആവശ്യമില്ലാത്ത മനോവേദനകളും വലിച്ചു വയ്ക്കുന്നത് സ്വാഭാവികമാണല്ലോ. ബന്ധങ്ങളെ അതിൻ്റെതായ രീതിയിൽ കാണാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയും. വീരൻ ആലോചനയോടെ നിന്നവളുടെ തലയ്ക്ക് ഞോടി. എപ്പോൾ നോക്കിയാലും ചിന്തയാണ്. എൻ്റെ ചിന്തകളാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത ഒരാൾ കൂടെ ഉണ്ടായിട്ടും ഏകാന്തത സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ ഭദ്രേട്ടന്? ശക്തി അവനോട് പൊട്ടിത്തെറിച്ചുപോയി. സങ്കടങ്ങൾ നെഞ്ചിൽ കുന്നുകൂടിയതുപോലെ. തുടരും.